distinguished chief guest, proud parents, talented children, and other dignitaries who have assembled over here, a very warm good evening. I welcome you all to this prestigious celebration of excellence. This program, Sri Kummaya Mugundan Memorial Lecture and Felicitation of Meritorious Students of SSLC and Plus 2, is organized by Mahi Sports Club Library and Kala Samidhi, Mahi. This program is sponsored by Sri Harish Mugundan, son of Sri Kummaya Mugundan. For the conduct of this program, Mr. Harish Mugundan and his wife, Mrs. Babita, they have traveled all the way from Dubai to motivate and inspire the young buds of Mahi. This thoughtful gesture is a tribute to his beloved father too. Let's commence the program with a prayer. For the prayer, I invite Nia Sunil, the CBSE topper from CBGHSS Humanities session. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകേണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകേണം. മിണ്ടുന്നതെല്ലാം മധുരമാകേണം, നന്മകൾ മാത്രം തോന്നേണം. മിണ്ടുന്നതെല്ലാം മധുരമാകേണം, നന്മകൾ മാത്രം തോന്നേണം. പാഠമെന്നുമെളുപ്പമാകേണം, ശീലങ്ങൾ നല്ലതാകേണം. പാഠമെന്നുമെളുപ്പമാകേണം, ശീലങ്ങൾ നല്ലതാകേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. നിത്യവും ഞങ്ങൾ കരുളേണം. മാഹി സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ 9ാമത് കുമ്മായ മുകുന്ദൻ പ്രതിഭാ പുരസ്കാര സമർപ്പണ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്ക് ആദ്യമായിട്ട് സ്വാഗതം അരുളട്ടെ. 1938 സ്ഥാപിതമായ ക്ലബ്ബ് അതിൻ്റെ 88ാമത്തെ വർഷത്തിലൂടെ കടന്നു പോവുകയാണ്. മാഹി സ്പോർട്സ് ക്ലബ്ബ് വിവിധതരം പരിപാടികൾ പലപ്പോഴായിട്ട് നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു വായനശാല, അതേസമയത്ത് തന്നെ ക്ലബ്ബുമായിട്ട് കലാസമിതിയായിട്ട് നടക്കുകയാണ്. ഈ ക്ലബിൻ്റെ ഫുട്ബോൾ ചരിത്രത്തിൽ 41 സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് 41 സെവൻസ് ടൂർണമെൻറ്റ് ഞങ്ങൾ നടത്തുകയുണ്ടായി. അതേപോലെ തന്നെ 40 വർഷം ഞങ്ങൾ കുട്ടികൾക്കായിട്ടുള്ള അഖില കേരള ചിത്രരചന മത്സരവും നടത്തുകയുണ്ടായി. ഇത് കുട്ടികൾക്ക് ഉന്നത വിജയം നേടിയിരിക്കുന്ന കുട്ടികൾക്കായുള്ള ഈ ചടങ്ങ് 9ാമത്തെ പ്രാവശ്യമാണ് നടത്തുന്നത്. ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ മുഖ്യാതിഥിയായിട്ടുള്ള കേരളത്തിലെ മുൻ DGP ഋഷിരാജ് സിംഗിനെ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ന്യൂസൻസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് മൊബൈൽ ഫോൺ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രഭാഷണം ഈ അവസരത്തിൽ നടത്തുന്നതാണ്. അതേപോലെ ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കാരനായ മഹിയുടെ എഴുത്തുകാരൻ ശ്രീ M. മുകുന്ദേട്ടനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ മുകുന്ദേട്ടനാണ് നമ്മളെ ഈ ചടങ്ങ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ മാഹിയിലെ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന കുമ്മായ മുകുന്ദേട്ടൻ്റെ
മകൻ ഹരീഷ് മുകുന്ദ്. ഈ യോഗത്തിൽ ഞങ്ങളെ അതിഥിയായിട്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. HM ഇൻ്റർനാഷണലിൻ്റെ ദുബായിലെ ചെയർമാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിതാവ് സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന കുമ്മായ മുകുന്ദൻ അവരുടെ നാമധേയത്തിലാണ് ഈ ചടങ്ങ് അദ്ദേഹം നമ്മളോട് നടത്താനായിട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഞങ്ങളെല്ലാം അധ്യാപകനും മാഹി കോളേജിലെ മാത്തമാറ്റിക്സിൻ്റെ HOD ആയിരുന്ന പിന്നെ പ്രിൻസിപ്പൽ ഇൻചാർജും ആയിരുന്ന യതീന്ദ്രൻ മാഷയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നാട്ടുകാരെയും എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ക്ലബിലെ അംഗങ്ങളെയും മുഴുവൻ പേരെയും സ്വാഗതമരളിക്കൊണ്ട് അധ്യക്ഷ വഹിക്കാനായിട്ട് ക്ലബ് പ്രസിഡന്റ് നിഖിലേഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശ്രീ M. മുകുന്ദൻ, അതേപോലെ ഇന്നിവിടെ മുഖ്യ ഭാഷണം നടത്തുന്ന കേരളത്തിൻ്റെ മുൻ DGP ബഹുമാനപ്പെട്ട ഋഷ്യ സിംഗ് IPS അവരുകളെ, മാഹി കോളേജിലെ മാത്തമാറ്റിക്സ് വിഭാഗം മുൻ മേധാവിയായിരുന്ന യതീന്ദ്രൻ മാസ്റ്റർ, അതുപോലെ ഇന്ന് ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ബഹുമാനപ്പെട്ട കുമ്മായ മുകുന്ദൻ അവരുടെ സ്മരണക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുവാനും അതോടൊപ്പം തന്നെ കുമ്മായ മൂന്താട്ടൻ്റെ പേരിലുള്ള പ്രഭാഷണം ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെടുന്നതുമാണ്. ഇന്നത്തെ കാലത്ത് ലഹരിക്കും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ദുരുപയോഗത്തിനും എതിരെ നല്ലൊരു ഭാഷണം നടത്താമെന്ന് സംബന്ധിച്ച ഋഷ്യ സിംഗ് അവരുകൾ മാഹിയിൽ എത്തിച്ചേർന്നതാണ്. അതേപോലെ തന്നെ ഇന്നത്തെ പരിപാടിയുടെ മുഖ്യമായിട്ട് ഈ വേദിയിൽ ഉപവിഷ്ടരായ ഹരീഷ് മുകുന്ദൻ, അദ്ദേഹം കുമ്മായ മുകുന്ദൻ അവരുടെ മകനാണ്. HM ഇൻ്റർനാഷണൽ ചെയർമാൻ കൂടിയാണ്. പ്രിയപ്പെട്ട ക്ലബ്ബ് മെമ്പർമാരെ, രക്ഷിതാക്കളെ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, കുമ്മായ മുകുന്ദേട്ടൻ മാഹിയിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം നേടിയ ഒരു മഹാവ്യക്തിയായിരുന്നു. ഇന്നത്തെ തലമുറക്ക് കുമ്മായ മുകുന്ദേട്ടനെ പോലെയുള്ള ഒരാളുടെ ചരിത്രം എന്തെന്ന് അറിയാനിടയാവുണ്ടാവില്ല. കുമ്മായ മുകുന്ദേട്ടൻ നിരവധി രംഗങ്ങളിൽ സർക്കാർ സർവീസിലെ സംഘടനാ രംഗത്തും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻകാരുടെ സംഘടനാ നേതൃത്വത്തിലും ഉന്നത പദവി വഹിച്ചിരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ മാഹിയിലെ പ്രധാനപ്പെട്ട ക്ഷേത്ര ഭരണസമിതിയായ SKBSൻ്റെ ദീർഘകാല പ്രസിഡൻ്റ് കൂടിയായിരുന്നു അദ്ദേഹം. ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം ഏറെ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം അരുളിക്കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട M. മുകുന്ദൻ അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമുക്കൊക്കെ പ്രിയപ്പെട്ട മൺമറഞ്ഞു പോയ കുമ്മായ മുകുന്ദേട്ടനെ ഓർക്കുവാൻ വേണ്ടി, അപ്പം അദ്ദേഹത്തെ ഓർക്കുമ്പോൾ നമ്മളൊരു കാലഘട്ടത്തെ ഓർക്കുകയാണ്. അദ്ദേഹത്തെ മാത്രമല്ല, അധികം ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, അത് നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ആ ഒരു കാലത്തെ കൂടി നമ്മൾ അനുസ്മരിക്കുകയാണ്. എന്താണ് ആ കാലം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതൊരു നല്ല കാലമായിരുന്നു.
നല്ല മനുഷ്യർ, നല്ല ചിന്തകൾ, നല്ല ജീവിതം, അങ്ങനെ ഉള്ള ഒരു നല്ല കാലം. അന്ന് നമ്മൾ ഒരുപാട് മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിരുന്നു. സ്വാതന്ത്ര്യം, നീതിബോധം, മനുഷ്യസ്നേഹം തുടങ്ങിയ ഒരുപാട് മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു കാലത്താണ് കുമ്മായ മുകുന്ദേട്ടൻ ജീവിച്ചിരുന്നത്. അപ്പം അദ്ദേഹത്തെ നമ്മൾ ഓർക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു കാലത്തെ നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്തെ ഓർക്കുകയാണെന്ന്. അപ്പോൾ ഇങ്ങനെയൊരു പരിപാടി എല്ലാ വർഷവും മായി സ്പോർട്സ് ക്ലബ്, ലൈബ്രറി ആൻഡ് കലാസമിതി നടത്തുന്നുണ്ട്. അപ്പോൾ മായി സ്പോർട്സ് ക്ലബ്ബ് മയ്യയുടെ ചരിത്രത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. മാഹിയുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം മാഹിയുടെ പ്രബുദ്ധത എന്നുള്ളത് യഥാർത്ഥത്തിൽ മായി സ്പോർട്സ് ക്ലബിൻ്റെ സംഭാവനയാണ്. അപ്പോൾ പലതരത്തിലുള്ള മാഹിയുണ്ട്. വികസിത ഡെവലപ്ഡായിട്ടുള്ള മാഹിയുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മാഹിയുണ്ട്, സാംസ്കാരിക പ്രബുദ്ധതയുള്ള മാഹിയുണ്ട്. അപ്പം അങ്ങനെ പല മാഹികളുണ്ട്. അതിൽ പ്രബുദ്ധ മയ്യഴി എന്നുള്ളത് മായി സ്പോർട്സ് ക്ലബിൻ്റെ സൃഷ്ടിയാണ്. അപ്പം ആ പഴയൊരു കാലം ഞാൻ എപ്പോഴും ഓർക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. മായി സ്പോർട്സ് ക്ലബ്, ആ ഒരു ചെറിയ മായിപ്പള്ളിയുടെ മുമ്പിലുള്ള ആ ചെറിയ ഒരു മുറി, അതിന് മുകളിൽ 2 മുറികളുണ്ട്, താഴെ ഒരു മുറി. അവിടെയാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ സായാഹ്നങ്ങൾ ചിലവഴിച്ചിരുന്നത്. അപ്പോൾ അന്ന് അവിടെ ഒരുപാട് പേര് ഒത്തുചേരുമായിരുന്നു. ഇപ്പം ജയരാമൻ മാസ്റ്റർ, ഇപ്പം അദ്ദേഹം എൻ്റെ മയ്യഴിപ്പുഴ തീരങ്ങൾ എന്ന നോവലിൽ ഒരു കഥാപാത്രമാണ്, പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. അപ്പോൾ ജയരാമൻ മാസ്റ്റർ, പിന്നെ അവിടെ CH ഗംഗാധരനുണ്ടാവും, അത് മയ്യഴിയുടെ ചരിത്രം എഴുതിയ CH ഗംഗാധരൻ, പിന്നെ കക്കാടൻ ഹരിഹരൻ മാസ്റ്റർ ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് വന്നും പോയി കൊണ്ടിരുന്ന പലരും ഉണ്ടായിരുന്നു. അവരിൽ ഒരാളായിരുന്നു മുച്ചിക്കൽ പത്മനാഭൻ മാഷ്. അപ്പം ഞങ്ങളൊക്കെ പപ്പ മാഷ് എന്ന് വിളിച്ചിരുന്നു. അദ്ദേഹത്തെ മയ്യഴി മറന്നുപോയിരിക്കുന്നു. മാർസിനെക്കുറിച്ച് പുസ്തകം എഴുതിയ ആളാണ് ആ ഒരു കാലത്ത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മയ്യഴി എന്നുള്ളത്, അല്ല, മൈ സ്പോർട്സ് ക്ലബ് എന്നുള്ളത് മയ്യയുടെ പ്രബുദ്ധതയുടെ ഒരു രൂപകമാണ്. അപ്പം മൈ സ്പോർട്സ് ക്ലബിൻ്റെ നിർമ്മിതിയാണ് നമ്മുടെ മാഹിയുടെ പ്രബുദ്ധത എന്നുള്ളത്, സാംസ്കാരിക പ്രബുദ്ധത എന്നുള്ളത്. അപ്പോൾ മൈ സ്പോർട്സ് ക്ലബ് അങ്ങനെ എല്ലാ വർഷവും കുമ്മായ പിന്നെ മുകുന്ദേട്ടനെ അനുസ്മരിക്കുകയാണ് ഇങ്ങനൊരു ചടങ്ങിലൂടെ. അപ്പോൾ ഈ പ്രാവശ്യം ഈ ചടങ്ങിൽ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ കഴിഞ്ഞ 2 പരീക്ഷകൾ, SSLC +2 പരീക്ഷകളിലെ മിടുക്കന്മാരെയും മിടുക്കികളെയും അനുമോദിക്കുന്നുണ്ട്. അവർക്ക് മെമൻറ്റോ നൽകുന്നുണ്ട്. അവരും നമ്മുടെ നാട്ടിൻ്റെ ഈ മിടുക്കന്മാരും മിടുക്കികളും നമ്മുടെ മയ്യയുടെ അഭിമാനമാണ്. അപ്പം അതിന് പുറമെ നമ്മളിവിടെ 2 അധ്യാപകരെയും ആദരിക്കുന്നുണ്ട്. അത് KV ജനാർദ്ദൻ മാഷയും യതീന്ദ്രൻ മാഷയും. അപ്പം എല്ലാം കൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു സായാഹ്നമാണിത്, പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണിത്. അപ്പം ഇതുപോലുള്ള പരിപാടികൾ നമുക്ക് വേണം നമ്മുടെ ഇടയ്ക്കൊന്ന് ഉണർത്താൻ വേണ്ടി. അപ്പം നമുക്ക് പലപ്പോഴും സാംസ്കാരികമായിട്ടുള്ള ഒരു മറവി, ഒരു മയക്കം മയ്യഴിക്കുണ്ട്. അതിനെ ഇടയ്ക്കിടയ്ക്ക് ഉണർത്താൻ വേണ്ടി നമുക്ക് ഇതുപോലുള്ള പരിപാടികൾ ആവശ്യമാണ്. പിന്നെ ഞാൻ മറന്നതല്ല, പ്രധാനമായിട്ടും പറയേണ്ടത് ഹരീഷിനെ കുറിച്ചാണ്, ഹരീഷ് മുകുന്ദനെ കുറിച്ചാണ്. മായി സ്പോർട്സ് ക്ലബ്ബാണ് ഈ പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പോൺസർ ഹരീഷാണ്. ഇപ്പോൾ അച്ഛനെ സ്നേഹിക്കുന്ന ഒരു മകനാണത്. നമുക്കൊക്കെ എല്ലാവർക്കും അച്ഛന്മാരോട് സ്നേഹമുണ്ടാകും, പക്ഷെ നമുക്കൊന്നും അത് പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കാറില്ല.
പക്ഷേ ഹരീഷ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും അച്ഛനെ ഓർക്കുന്നു. അച്ഛന് വേണ്ടി ഇങ്ങനെ ഒരു ചടങ്ങ് എല്ലാ വർഷവും മൈ സ്പോർട്സ് ക്ലബിൻ്റെ സഹകരണത്തോടെ നടത്തുന്നു. അപ്പോൾ ഈ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം അത് വാസ്തവത്തിൽ നമ്മളിപ്പോൾ അടിവരയിടേണ്ട ഒന്നാണ്. നമ്മൾ പത്രം വായിക്കുമ്പോൾ പലപ്പോഴും കാണുന്നത് എന്താണ്? മകൻ അച്ഛനെ കൊല്ലുന്നത് പോലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈയിടെ കഴിഞ്ഞ ആഴ്ച പോലും നമ്മൾ കണ്ടു മകൻ അച്ഛനെ കുത്തിക്കൊന്നു എന്ന് പറയുന്നത്. അങ്ങനെ മക്കൾ അച്ഛനമ്മമാരെ കുത്തിക്കൊല്ലുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അച്ഛനമ്മമാർ അശരണരായിട്ട് നിരാലംബരായിട്ട് നടക്കുന്ന കാഴ്ചകൾ നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും കാണാം. വലിയ വലിയ ക്ഷേത്രങ്ങളുടെ നടകളിൽ, ഗുരുവായൂർ നടകളിൽ ഉപേക്ഷിക്കപ്പെട്ട അച്ഛനമ്മമാരെ കാണാം. പ്രായമായ രോഗികളായിട്ടുള്ള നിരാലംബരായിട്ട് അച്ഛനമ്മമാരെ ആളുകൾ ഉപേക്ഷിക്കുന്ന അവിടെ. അങ്ങനെ അച്ഛനമ്മമാർ നിരാലംബരായി അലഞ്ഞു നടക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. ഈ നാട്ടിലാണ് എല്ലാ വർഷവും ഹരീഷ് അച്ഛനെ അനുസ്മരിക്കുകയും ഇങ്ങനെയുള്ള ഒരു ചടങ്ങ് നടത്തുകയും ചെയ്യുന്നത്. അത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. എല്ലാവരും അനുകരിക്കേണ്ട ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് ഇതുപോലുള്ള ചടങ്ങ് അവർക്ക് നടത്താൻ സാധിക്കും. അത് നമുക്കെല്ലാം മനസ്സുകൊണ്ട് സാധിക്കും. മനസ്സിൽ, നമ്മുടെ സങ്കല്പങ്ങളിൽ, നമ്മുടെ സ്വപ്നങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ ഇതുപോലുള്ള വലിയ ചടങ്ങുകൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും. അത് ആവശ്യമാണ്. അച്ഛനും അമ്മയും അവരെ മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇപ്പം നമ്മൾ പലപ്പോഴും ഈ ഒരു പുതിയ കാലത്ത് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് സമ്പത്ത് മതി എന്നുള്ളതാണ്, പണം മതി എന്നുള്ളതാണ്. പണം കൊണ്ട് നമുക്ക് എല്ലാം നേടാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഏറ്റവും അധികം നിർഭാഗ്യവാന്മാരായിട്ടുള്ള, ഏറ്റവും അധികം ദുഃഖിച്ചിട്ടുള്ള ആളുകൾ ധനികരാണെന്നുള്ളതാണ്. നമുക്കുള്ള മാനസികമായിട്ടുള്ള സ്വസ്ഥത, സന്തോഷം വലിയ ധനികന്മാർക്കില്ല. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന നമ്മളാണ് അദാനിയേക്കാളും സന്തോഷവാൻ. തീർച്ചയായിട്ടും അദാനിയേക്കാളും സന്തോഷവാന്മാർ നമ്മളാണ്. അതുകൊണ്ട് സമ്പത്തിനും അല്ലെങ്കിൽ അതുപോലെയുള്ള പണത്തിനും വേണ്ടിയുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രയാണമുണ്ട് ഇപ്പോഴും. അത് മാത്രം മതി എന്നുള്ളത്, ആ ഒരു ചിന്തയ്ക്ക് മാറ്റം വരണം. നമ്മൾ അച്ഛനമ്മമാരെ സ്നേഹിക്കണം. അച്ഛനമ്മമാരെ സ്നേഹിക്കുമ്പോൾ നമ്മൾ മനുഷ്യസ്നേഹികളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദേശമാണ് ഈ ചടങ്ങ് നൽകുന്നത്. പിന്നെ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയല്ല. ഞാൻ നിങ്ങളിൽ ഒരാളാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരാളാണ്, നമ്മൾ നാട്ടുകാരാണ്. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഋഷിരാജ് സിംഗ് അവരുടെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം നമുക്കറിയാം, ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. അദ്ദേഹം ഒരുപാട് ജനകീയ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം DGP ആയിരുന്ന കാലത്തും മറ്റ് പല പൊസിഷനിലിരിക്കുമ്പോഴും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അങ്ങനെ വളരെയധികം ജനകീയനായിട്ടുള്ള ഒരു IPS ഓഫീസറാണ്. ഒരുപക്ഷെ ഇത്രയും ജനകീയനായിട്ടൊരു DGP നമുക്ക് ഉണ്ടായിട്ടില്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അദ്ദേഹം നമ്മളോട് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാനാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്, ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്, വൈകുന്നതിന് മുമ്പ്. ആ ഒരു പുസ്തകം നമ്മളെല്ലാവരും വായിക്കണം. അത് ഇംഗ്ലീഷിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്, ഒരുപാട് സന്ദേശങ്ങൾക്ക് നമുക്ക് നൽകാനുണ്ട്. അത് കേൾക്കാൻ വേണ്ടി, അതിനു വേണ്ടിയാണ് വാസ്തവത്തിൽ നമ്മളിവിടെ കാത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല, കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ഇവിടെ എല്ലാവരും നമ്മുടെ ഈ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്ന കുട്ടികൾ, അതുപോലെ ആദരവ് ഏറ്റുവാങ്ങുന്ന അധ്യാപകർ, മൈ സ്പോർട്സ് ക്ലബ്ബ്, ഹരീഷ്, എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹം
കൈമാറുന്നു. ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടരാം. പിന്നെ ഋഷിരാജ് സിംഗ് അവരുടെ പ്രഭാഷണം കേൾക്കാം. അത് പിന്നെ വെറും ഔപചാരികതയുടെ പേരിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി. This program was inaugurated by Sri M. Mugundan, the renowned writer of Mahi and the pride of Mahi. Thank you, sir. For the memorial lecture, may I invite Sri Rishiraj Singh, IAS, former DGP of Kerala, who played a critical role in maintaining law and order, safety, peace, and coordinating the people. Sir, please. വേദിയിലിരിക്കുന്ന ശ്രീ ജയരാജൻ അടിയേരി, ശ്രീ KC നിലികേഷ്, ശ്രീ കേരളത്തിലെ അറിയപ്പെടുന്ന റിനൗണ്ട് റൈറ്റർ ശ്രീ M. മുകുന്ദൻ സർ, ശ്രീ ഹരീഷ് മുകുന്ദൻ ഈ പ്രോഗ്രാം ഇന്ന് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നത്, ശ്രീ KV ജനാർദ്ദനൻ, ശ്രീ N. യതീന്ദ്രൻ, ശ്രീകുമാർ ബാനു. നാം ഇവിടെ നിൽക്കുന്നത് പിന്നെ ഈ വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇവിടെ 2 ചടങ്ങ് നടത്താൻ പോകുന്നു. ഒന്ന് കുമ്മായ മുകുന്ദൻ മെമ്മോറിയൽ ലെക്ചറും പിന്നെ SSLC +2 A+ ഗ്രേഡ് കിട്ടിയ കുട്ടികൾക്ക് അവാർഡ് ദാനവും. ശ്രീ ഹരീഷ് മുകുന്ദൻ എന്നെ കുറേ ദിവസമായിട്ട് എന്നെ വിളിക്കുകയായിരുന്നു. ജയകുമാർ സാറാണ് എൻ്റെ പേര് അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തത്. ശ്രീ ഹരീഷ് മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീ കുമ്മായ മുകുന്ദൻ്റെ സ്മൃതിയിലാണ് ഇത് 9ാമത്തെ പ്രാവശ്യം ഇങ്ങനെ ഒരു ലെക്ചർ സംഘടിപ്പിച്ചത്. അദ്ദേഹം ഇവിടെ താമസിക്കുന്നുമില്ല, ദുബൈയിലാണ്. എന്നിട്ടും അച്ഛൻ്റെ ആ സ്നേഹം കാരണം കൊണ്ട് ഇവിടെ വരികയും ഇവിടെ അത്രയും വലിയ ചടങ്ങ് ഏർപ്പാട് ചെയ്യുകയും ചെയ്യുന്നു. അതൊരു വലിയ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ M. മുകുന്ദൻ സാർ ഇവിടെ ഇരിക്കുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ലേഖകനും അദ്ദേഹം കൂടിയാണ്. അദ്ദേഹം എഴുതിയ മഴയുടെ നമ്മുടെ മഴഴി പുഴയുടെ തീരങ്ങളിൽ ഇത് പണ്ടേ ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങളോട് പഠിപ്പിച്ച് തരും. അപ്പോൾ ആരൊക്കെയാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ലേഖകന്മാർ, ചിത്രകാർ, അതിനെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ ഈ പേര് ഞങ്ങളുടെ അക്കാഡമിയിൽ തന്നെ ഞങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം മാഹിയുടെയാണ്. എക്സൈസ് കമ്മീഷണറായിട്ട് ജോലി ചെയ്യുമ്പോൾ എൻ്റെ ജോലിയിൽ ഏറ്റവും കൂടുതൽ പാറ വെച്ചത് മാഹി തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ഞാൻ എക്സൈസ് കമ്മീഷണർ ആകുമ്പോൾ 3-4 മാസം ഈ നമ്മുടെ മദ്യം നിരോധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്നു, മാഹിയിൽ നിന്ന് ആളുകൾ മദ്യം എടുത്തിട്ട് കേരളത്തിലേക്ക് പോകുന്നു, അത് തടയണം. ഞാൻ എൻ്റെ ഓഫീസർമാരോട് ചോദിച്ചു, റോഡിൽ വരുന്നുള്ള എല്ലാ വാഹനങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലേക്ക് മാഹിയിൽ നിന്ന് 8 വഴികൾ ഞങ്ങളെ കണ്ടുപിടിച്ചു.
ആ വഴികൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നു, എന്നിട്ടും ഇത് നിർത്തുന്നില്ല. ഞാൻ ഇതിന് കാരണം എന്താണ്? കാരണമൊന്നുമില്ല. ഇവിടെ ഓരോരോ ആൾ തലയിൽ ചാക്ക് വെച്ചിട്ട് മദ്യം കുപ്പികൾ ഇല്ലെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു വരുന്നു, നടന്ന് തിരിച്ചു പോകുന്നു. അത് എങ്ങനെ തടയാൻ പറ്റും? തടയാൻ പറ്റിയിട്ടില്ല എന്നാണ് അവസാനത്തെ കാര്യം. പിന്നെ മദ്യം നിരോധനം മാറിയ ശേഷമാണ് പിന്നെ ആ പ്രശ്നം തന്നെത്താൻ ഇല്ലാതെയായത്. മാഹി എനിക്ക് വേണ്ടി ഒരു പുതിയ സ്ഥലമൊന്നുമില്ല. 34 വർഷം മുമ്പ് കണ്ണൂർ SP ആകുമ്പോൾ കുറേ ഫങ്ഷൻ ഞാൻ മാഹിയിൽ വന്ന് അന്ന് ഈ A+ ഗ്രേഡിൻ്റെ ഒരു ചടങ്ങ് എനിക്ക് ഓർമ്മ ഉണ്ട്. അന്നേ ഞാൻ ഇവിടെ വന്നിട്ട് കുട്ടികളെ പുരസ്കാരങ്ങളൊക്കെ ഞാൻ തന്നിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ പറഞ്ഞു. ഇനിയാണ് നമ്മുടെ വിഷയം. കുട്ടികൾ മൊബൈൽ ഫോൺ, ലഹരി വസ്തുക്കൾ വല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്നു. നമുക്ക് എങ്ങനെ തടയാൻ പറ്റും? ഈ വിഷയം മാത്രം സംസാരിക്കാൻ ഞാൻ 4000 സ്കൂൾ കോളേജുകളിൽ കഴിഞ്ഞ 6 വർഷത്തിൽ പോയിട്ടുണ്ട്. 4000. എല്ലാ ദിവസവും മിക്കവാറും ഒരു സ്കൂളിൽ പോയി ഞാൻ സംസാരിക്കാറുണ്ട്. ലക്ഷക്കണക്കിന് കുട്ടികൾ, ആയിരക്കണക്കിന് പാരൻസ്, ടീച്ചേഴ്സുമായി സ്കൂളിൽ പോകുമ്പോൾ അവരോട് നമ്മൾ സംസാരിക്കുന്നു. വാട്ട് ഈസ് ദ പ്രോബ്ലം? 100% സാക്ഷരമായ നമ്മുടെ സംസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ഒരു മോശമായ കാര്യം ഇവിടെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. എന്നിട്ടും ഇപ്പോൾ കേരളത്തിൽ പഞ്ചാബിനേക്കാൾ കൂടുതൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ പത്രത്തിലുണ്ട്. അതിന് 3-4 കാരണങ്ങളുണ്ട്. ഇത് പേരൻസ് മാത്രം വിചാരിച്ചാൽ, ടീച്ചേഴ്സ് മാത്രമല്ല, പേരൻസ് മാത്രം വിചാരിച്ചാലേ ഇത് കുറയ്ക്കാൻ പറ്റുള്ളൂ. സർക്കാരിൻ്റെ ഒരു പരിധിയുണ്ട്. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കണമെങ്കിൽ ആദ്യത്തെ പേരൻസ് തന്നെ ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കണം. പുതിയ സർവേയിൽ പറയുന്നു, പാരൻസാണ് ഇന്ത്യ രാജ്യത്തിൽ അവരുടെ കുട്ടികളെക്കാൾ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക. ഗൂഗിളിൽ പോയി വായിക്കാം. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, അതായത് കുട്ടികൾ നമ്മൾ പറഞ്ഞ കാര്യം അനുസരിക്കില്ല, കുട്ടികൾ നമ്മൾ ചെയ്യുന്ന കാര്യം അനുസരിക്കും. ചിൽഡ്രൻ വോണ്ട് ഡു വാട്ട് യു സേ, ബട്ട് ചിൽഡ്രൻ വിൽ ഫോളോ യു വാട്ട് യു ഡു. ഇത്രേ ഉള്ളൂ കാര്യം. ആദ്യത്തെ ആ കുട്ടി താങ്കളെ മൊബൈൽ ഫോൺ കയ്യിൽ ഇല്ലാതെ കാണണം. അന്ന് നിങ്ങൾ ഈ കുട്ടീനോട് പറഞ്ഞാൽ 1 മണിക്കൂർ മാത്രമേ ഉപയോഗിക്കാവൂ. യുണൈറ്റഡ് നേഷൻസ് 200 രാജ്യങ്ങൾക്ക് വേണ്ടി മൊബൈൽ ഫോണിലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള ഒരു സമയാവധി ഉറപ്പാക്കിയിട്ടുണ്ട്. 24 മണിക്കൂറിൽ 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ. അതിനേക്കാൾ കൂടുതൽ ചെയ്താൽ കുട്ടിക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് നിങ്ങൾ പറഞ്ഞേ കൊണ്ടിരിക്കണം. ചെയ്തില്ലെങ്കിൽ കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോയി ചെയ്യിപ്പിക്കണം. അല്ലാതെ അയ്യോ ഞാൻ പറഞ്ഞ നോക്കി, ഞാൻ പറഞ്ഞാൽ അത് കേൾക്കില്ല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ് മാറാൻ ശ്രമിക്കേണ്ട. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ പിന്നെ ഇയാൾ ടീച്ചർ പറഞ്ഞ് കേൾക്കുമോ? കേൾക്കില്ല. ദാറ്റ് ഈസ് നമ്പർ 1. ഫസ്റ്റ് യു ഡു, ദെൻ യു ടെൽ. വ്യത്യാസമുണ്ടാവും. രണ്ടാമത്തെ കാര്യം ലഹരി വസ്തുക്കളുടെയാണ്. ലഹരി വസ്തുക്കൾ നിങ്ങൾ ആദ്യത്തെ പേരൻസും ടീച്ചറും മനസ്സിലാക്കണം ഇത് എന്താണെന്ന്. കഞ്ചാവോ MDMAയോ അല്ല കുട്ടികൾ ആദ്യമായിട്ട് കഴിക്കാൻ തുടങ്ങുക. കുട്ടികൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് അവരുടെ സ്കൂളിൻ്റെ അടുത്തുള്ള തട്ടക്കടയിൽ പോയി
പാൻ പരാഗ്, പാൻ മസാല, ജർദ, കുട്ടുക്ക, ഖാനി, ഹാൻസ്, ആ സാധനങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ശേഷമാണ് കഞ്ചാവിലേക്ക് പോകുന്നത്. തങ്ങൾക്ക് ടീച്ചേഴ്സും പാരൻസും ആദ്യമായിട്ട് ചെയ്യാറുള്ളത് അവരുടെ സ്കൂളുകൾക്ക് 100 മീറ്റർ 200 മീറ്ററിൻ്റെ പരിധിയിൽ വന്നിരിക്കുന്ന എല്ലാ തട്ടുകടകളിൽ നിന്ന് ഈ സാധനങ്ങൾ, ഞാൻ പറഞ്ഞ പുകയില സാധനങ്ങൾ ഇല്ലാതെയാക്കണം. വേറെ മാർഗവും ഇല്ല. നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ വീട്ടിൽ പോയി ചോദിക്കൂ, ആ തട്ടുകടയിൽ പോയി ഇയാളെ കഴിക്കുന്നത് എന്താണ്? ഇതാണ്. ഹാൻസ് വസ്തു സർക്കാർ നിരോധിച്ചിരിക്കുന്നു എന്ന് വിവരം പോലെ നമുക്കില്ല. ഉണ്ടോ? പിന്നെ ഇപ്പോൾ ലഹരി വസ്തുക്കളെ ലഹരിയായിട്ട് അല്ല വിൽക്കുക. അവർ ചോക്ലേറ്റിനെ ഇത് പൊടി ഉണ്ടാക്കി ലഹരി വസ്തുക്കളുടെ ഗുളിയുടെ എംഫെറ്റമൈനിൻ്റെയോ ഇല്ലെങ്കിൽ വേറെ ഗുളികളുടെ കഞ്ചാവിൻ്റെ അതിനെ അംശങ്ങൾ ജ്യൂസിൽ, ഐസ്ക്രീമിൽ, ചോക്ലേറ്റിൽ അവർ അതിനെ മിക്സ് ചെയ്യുന്നു, കുട്ടികളെ കൊടുക്കുന്നു. കുട്ടികൾക്ക് സ്വാദം ഇഷ്ടപ്പെടുന്നു, വീണ്ടും വീണ്ടും കഴിക്കുന്നു. അവർ ലഹരി കഴിക്കുന്നു പോലെ വിവരണം കുട്ടിക്കയില്ല. പക്ഷേ അവർക്ക് ആ വസ്തുക്കളോട് അത് കഴിക്കാനുള്ള അവരുടെ പ്രത്യേകം സ്വാദമായതുകൊണ്ട് കഴിക്കാനുള്ള താല്പര്യം തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും നെക്സ്റ്റ് സ്റ്റെപ്പാണ് കഞ്ചാവ്. ഇതൊന്ന് മനസ്സിലാക്കണം. അത് PTA, പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ അവരെല്ലാം പോലീസും എക്സൈസിനോട് പറഞ്ഞിട്ട്, മാഹിയിലെ എക്സൈസ്, ഇന്ത്യ രാജ്യത്തിൽ ലഹരി വസ്തുക്കൾക്കെതിരായിട്ട് ഏറ്റവും നല്ല വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് കേരളമാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലഹരി വസ്തു പിടിക്കുക ആ ഒരേ വ്യവസ്ഥ 28 സംസ്ഥാനങ്ങൾ പിന്നെ 7 യൂണിയൻ ടെറിട്ടറിയിൽ കേരളത്തിന് മാത്രമേ ഉള്ളൂ. യൂണിഫോം ഇവിടുത്തെ എക്സൈസ്, കേരള എക്സൈസ് യൂണിഫോം ധരിക്കുന്നിടത്തത് ദേ ആർ ദ ഓൺലി വൺ ഇൻ യൂണിഫോം. അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ എക്സൈസ് ഉണ്ട്, പക്ഷേ യൂണിഫോം ഇല്ല. അവർ ഈ നമ്മുടെ ഈ മദ്യത്തിൻ്റെ നമ്മുടെ മദ്യം അവരുടെ ഷോപ്പുകൾ, അവരുടെ വിൽപ്പനാധികാരി മാത്രം നോക്കി നിൽക്കുന്നു. അത് മാഹിയിലെ ഇത് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ മാഹി പോലീസ് ഉണ്ടല്ലോ, അവരോട് അറിയിച്ചിരിക്കണം. ഇങ്ങനെയുള്ള സംശയപ്രദമായ എല്ലാ തട്ടക്കടകൾ, പെട്ടിക്കടകൾ നിരോധിച്ചാലേ മതിയാവൂ. പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3, കുട്ടികളുടെ ഇത് കഴിക്കാൻ വേറെ 3-4 കാരണങ്ങൾ വേറെയും ഉണ്ട്. ഒന്ന്, ദാറ്റ് യു ആസ്ക് യുവർ ചിൽഡ്രൻ, പിയർ പ്രഷർ. സീനിയർ ക്ലാസ്സിൻ്റെ കുട്ടികൾ, അവർക്ക് കൂടെ പഠിക്കുന്ന സഹപാഠികൾ, അവരുടെ സുഹൃത്തുക്കൾ അവരെ ഈ വസ്തുക്കൾ കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. ആസ്ക് യുവർ ചിൽഡ്രൻ, അവർ പറയും. ഇല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന മാത്രമല്ല പേടിപ്പിക്കുന്നു. ഇതിൻ്റെ പേരിൽ റാഗിങ് നടക്കുന്നു, ഒക്കെയുണ്ട്. റാഗിങ് നടക്കാത്ത ഈ ഇന്ത്യ രാജ്യത്തിൽ ഒരു സ്കൂളും ഇല്ല, ഒരു കോളേജും ഇല്ല. ഞാൻ എഴുതി തരാം. ആസ്ക് യുവർ സൺ ഓർ യുവർ ഡോട്ടർ, അവർക്ക് സ്കൂളിലെ മറ്റു കുട്ടികളെ ശല്യപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പറയും, ചോദിച്ചില്ലെങ്കിൽ പറയില്ല. അത് നിയന്ത്രിക്കണം. അമ്മ അറിഞ്ഞിരിക്കണം അവരുടെ മക്കളുടെ ആരൊക്കെയാണ് സുഹൃത്തുക്കൾ, അറിഞ്ഞേ പറ്റൂ. ഒരു കണ്ണ് കുട്ടിയുടെ ജീവിതത്തിൽ നിങ്ങൾ വെച്ചില്ലെങ്കിൽ കുട്ടി വഴിവിട്ട് പോവും, സംശയമൊന്നും വേണ്ട. പക്ഷെ പ്രോബ്ലം പറഞ്ഞു വെച്ചാൽ, നമ്മൾ ഇപ്പോൾ വീട്ടിൽ കുട്ടികൾ വന്നാൽ അവരോട് ഒരു സാവകാശമായി 10 മിനിറ്റ് 15 മിനിറ്റ് സംസാരിക്കാനും നമ്മൾ
അതായത് നമ്മൾ പറഞ്ഞു വെച്ചാൽ പാരൻസ് സമയം കണ്ടെത്തുന്നില്ല. എത്തുന്നുണ്ടോ? രണ്ട് കാര്യം ചോദിക്കാം. ചെറിയ ക്ലാസ്സിൻ്റെ കുട്ടികൾ അഞ്ചാമത്തെ, ആറാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ, ഏഴാമത്തെ ക്ലാസ്സിൻ്റെ കുട്ടികൾ സ്കൂളിൽ വന്നപ്പോൾ നമ്മളെല്ലാം, നിങ്ങളും കുട്ടികളായ സമയത്തിൽ അമ്മാൻ്റെ അടുത്ത് പോയി അമ്മയെ കെട്ടിപ്പിടിക്കാമായിരുന്നു. അമ്മ ഞാൻ വിശക്കുന്നു പറഞ്ഞാൽ അമ്മ പറയുകയായിരുന്നു, മോനെ നിനക്ക് എന്താ വേണ്ടത്, ഇപ്പോൾ തന്നെ ശരിയാക്കി തരാം. അമ്മ അടുക്കളയിലെ സാധനം തയ്യാറാക്കുന്നു, കുട്ടി അവിടെ ഇരിക്കുന്നു, കുറേ വൃത്താന്തം പറയുന്നു. രാത്രിൻ്റെ ആഹാരം ഒരുമിച്ച് സ്ഥലത്തിൽ ഇരിക്കുന്നു. ഏതൊരു വീട്ടിൽ ഇത് നടക്കുന്നുണ്ടോ എന്ന് പ്ലീസ് റേസ് യുവർ ഹാൻഡ്. എൻ്റെ വീട്ടിൽ നടക്കുന്നില്ല, ഞാൻ നേരത്തെ പറയുന്നു. ഉണ്ടോ? കമ്മ്യൂണിക്കേഷൻ ഇല്ല. കുട്ടിക്ക് പല പ്രശ്നങ്ങളുണ്ട്. കുട്ടിയെ ആരെ സ്കൂളിൽ ശല്യപ്പെടുത്തുന്നു, കുട്ടിയുടെ സുഹൃത്തുക്കളെ ഏതൊരു കാരണം കൊണ്ട് കുട്ടിയെ കളിയാക്കുന്നു. ഭിന്നശേഷിയായ കുട്ടികളുണ്ട്, നമ്മുടെ ഫിസിക്കലി ചാലഞ്ച്ഡ്. ഞാനൊരു ഫിസിക്കലി ചാലഞ്ച്ഡ് കുട്ടി ആയിരുന്നു. എൻ്റെ ഒരു സ്കൂളിൽ എത്ര അവമാനമാണ് സഹിക്കുക. അവരുടെ കുട്ടി ആരൊക്കെ ഉണ്ടാവില്ല എന്ന് ഇരിക്കട്ടെ, ഉണ്ടെങ്കിൽ ചോദിക്കൂ. അവർക്ക് മറ്റേ കുട്ടികൾ അവരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുട്ടിയെ കളിയാക്കാനില്ലാതെ അവർക്ക് വേറെ പണിയൊന്നുമില്ല. ഐ നോ ഇറ്റ് പേഴ്സണലി. ഇതൊക്കെയാണ് ഈ കാരണങ്ങൾ കൂടെ മടുത്തിട്ടാണ് അവർ ഒരു പക്ഷേ ഇത് എങ്ങനെ എനിക്ക് സമാധാനം വേണം, ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ വയ്യ, എങ്ങനെ അപ്പോൾ പിന്നെ കൂടുതലുള്ള പറയുന്നത് ഇതൊന്ന് കഴിച്ച് നോക്കൂ, നിങ്ങൾക്ക് 5-6 മണിക്കൂറെങ്കിലും സമാധാനമുണ്ടാവും. അവിടെയാണ് തുടക്കം. അത് നിങ്ങളെ കണ്ടുപിടിച്ചാൽ അമ്മ ഈ കുട്ടികൾ ഈ കാര്യങ്ങൾ നമുക്ക് തടയാനേ ഉള്ളൂ. ബട്ട് നോബഡി ഈസ് ആസ്കിങ് ഹിം ഓർ ഹെർ. നമ്മൾ അവരോട് ചോദിക്കുന്നില്ല. ചോദിക്കണം. 20 മിനിറ്റ് വിദഗ്ധന്മാർ പറയുന്നു, 20 മിനിറ്റ് ഒരു അമ്മ ഒരു കുട്ടിയുമായി സംസാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനേ ഉള്ളൂ. ട്രൈ അറ്റ്ലീസ്റ്റ്. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ എങ്കിലും ചെയ്യൂ. മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ വീട്ടിലെ 2-3 കാര്യങ്ങൾ താങ്കൾക്ക് ഒരു അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. രാത്രിയിൽ നിങ്ങളുടെ മുറിയിൽ കിടക്കുമ്പോൾ, ചെറിയ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്, കോളേജ് പോകുന്ന കുട്ടികളുടെ കാര്യമല്ല. 4-ാമത്തെ, 5-ാമത്തെ, 8-ാമത്തെ, 9-ാമത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ മുറിയിൽ കിടക്കാൻ പോകുമ്പോൾ ഈ മൊബൈൽ ഫോൺ പുറത്ത് വെച്ചിട്ടേ കിടക്കാവൂ. എന്താ അത്രയും പറയാനുള്ള ധൈര്യം നമുക്ക് ഇല്ലേ? രാത്രിൻ്റെ ആഹാരം കുട്ടികളും ഞാനും, അതായത് അമ്മ ഒരുമിച്ച് കഴിക്കും. ആ സമയത്തിൽ മൊബൈൽ ഫോൺ ആ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവരാൻ പാടില്ല. ഇരുന്നെന്ന് അതുപോലെ പറയാൻ പറ്റുന്നില്ലേ? നമ്മൾ പറയുന്നില്ല. ആരോടാണ് നമ്മുടെ ദോഷം പറയുന്നത്? യു ഹാവ് ടു മൊബൈൽ ഫോൺ ഉപയോഗം ഒരു അമ്മ വിചാരിച്ചാലേ അത് കുറയ്ക്കാൻ പറ്റുള്ളൂ എന്ന്. വേറെ ഒരു മാർഗമൊന്നുമില്ല. 3-ാമത്തെ അക്കാഡമിക് പ്രഷർ. കുട്ടി നന്നായിട്ട് പഠിക്കണം, കുട്ടിക്ക് നല്ല മാർക്സ് കിട്ടണം, എല്ലാ പേരൻസ് പറയണം. പേരൻസ് പറഞ്ഞില്ലെങ്കിൽ വേറെ ആര് പറയും? ശരി, കുഴപ്പമില്ല. പക്ഷേ ഇത്ര മാർക്സ് വേണം, ഈ ഗ്രേഡ് വേണം, വന്നില്ലെങ്കിൽ ശരിയാവില്ല, അത് പറയാനുള്ള സമയം കഴിഞ്ഞു. ഇനിയും പറഞ്ഞാൽ അപകടമാണ്. കുട്ടികൾ തിരിച്ചടിക്കും. കാലം മാറി. സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരും വായിച്ചിട്ട് അവരുടെ അവകാശങ്ങളൊക്കെ എല്ലാം വായിക്കാൻ തുടങ്ങി. നമ്മുടെ അമ്മ അച്ഛന്മാർ നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് 1-2 അടി നമ്മളോട് തരിക്കുകയായിരുന്നു. അടി വാങ്ങാത്ത ഇവിടെ ആരുമില്ല, ഞാൻ ഉൾപ്പെടെ. എന്നിട്ടും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ആ കുട്ടി ഗൂഗിളിൽ പോയി നോക്കും, അവിടെ കിടക്കുന്നു.
ഞാൻ 100-ൽ വിളിച്ച് പറഞ്ഞാൽ അമ്മ അച്ഛനെ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചു കൊണ്ടുപോകാം. അമേരിക്കയിലൊക്കെ 911 വിളിച്ചാൽ കുറേ ഇഷ്ടംപോലെ അമ്മ അച്ഛന്മാർ ജയിലിൽ കിടക്കുന്നു. ഞാൻ കണ്ടതാണ്. എന്താ സ്വന്തം കുട്ടിയെ തെറ്റായ കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയാതെ ആയോ? ഇന്ത്യ രാജ്യത്തിൽ ഇനിയും വേണമെങ്കിൽ പറയാം, പക്ഷെ പറയണം. A+ ഗ്രേഡിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. നിങ്ങൾ പറഞ്ഞു അവർ നന്നായിട്ട് പഠിച്ചു, അവർക്ക് A+ ഗ്രേഡ് കിട്ടി, ഇത് അവർക്ക് ഇപ്പോൾ ഇത് നമ്മൾ പുരസ്കാരം കൊടുക്കാൻ പോകുന്നു. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ വേറെ ഒരു കുട്ടി അവിടെ ഇരിപ്പുണ്ട്, ഇയാളുടെ A+ ഗ്രേഡ് വന്നില്ല, ഉണ്ടല്ലോ. ഇയാളുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഇയാളെ കരയുകയായിരിക്കും ഇപ്പോൾ. ഐ ക്യാൻ ബെറ്റ് എൻ്റെ സഹോദരി എൻ്റെ സഹോദരൻ്റെ 5 മാർക്സ് കൂടുതൽ വന്നു, ഞാനും പഠിച്ചിരുന്നു. ഇയാളിപ്പോൾ അമ്മാവും അച്ഛനും ആ കുട്ടിയും അവാർഡ് വാങ്ങാൻ പോയിരിക്കുകയാണ്, ഞാനിവിടെ കിടക്കുന്നു. ആ കാര്യം ഇയാൾ ജീവിതത്തിൽ മറക്കില്ല. ഒരു വലിയ അവമാനമായിട്ടാണ് ഇയാളത് കാണുന്നത്. ഇത്രയും പഠിച്ചിട്ടും എനിക്ക് A+ ഗ്രേഡ് വന്നില്ലെങ്കിൽ ഇനിയും ഞാൻ പഠിക്കില്ല, നോക്കട്ടെ എന്ത് സംഭവിക്കും, താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വിചിത്രമായ അവസ്ഥയിൽ, ഇങ്ങനെ ഒരു വിചിത്രമായ അവസ്ഥ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നത് ആരാ? നമ്മൾ പാരൻസ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. എല്ലാ കുട്ടികളും 1, 2, 3 കുട്ടികളൊക്കെ, മക്കളെ കഴിയുന്നവരെ നന്നായിട്ട് പഠിക്കണം, ഞങ്ങൾ കഷ്ടിച്ചിട്ടാണ് താങ്കളെ പഠിപ്പിക്കുന്നത്, മതി. അതിനുശേഷം അവർ പഠിക്കുകയാണെങ്കിൽ ശരി, പഠിച്ചില്ലെങ്കിലും അതിൻ്റെ പേരിൽ തുലന, ഈ ആൾ നല്ലതാണ്, നിങ്ങൾ മോശമാണ്, നിങ്ങൾ കൊണ്ട് ഞാൻ തോറ്റു, ഇങ്ങനെ ഒരു ജന്മം ഇവിടെ ഉണ്ടായല്ലോ, ഇതൊക്കെ ഈ വാക്കുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ആ അവസ്ഥ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇയാളെ ലഹരി വസ്തു കഴിക്കാൻ തുടങ്ങുന്നത്, മറക്കേണ്ട. ഈ 4000 സ്കൂളിൽ വെറുതെ 4000 സ്കൂളിൽ പോയ ശേഷം ഞാൻ വെറുതെ അല്ല വന്നത്, എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അവിടെ നിന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കുട്ടികളെ നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾ പറയണം. അവർക്ക് ഏതൊരു വിഷയത്തിൽ അവർ അത്രയും ദുർബലമാണെങ്കിൽ ട്യൂഷൻ ഏർപ്പാടൊക്കെ ചെയ്യാം. പക്ഷെ അവരുടെ മാർക്സ് നോക്കിയിട്ട് ഒക്കെ ഏറ്റെടുക്കണം. അതിൻ്റെ പേരിൽ വീട്ടിൽ വഴക്ക് പാടില്ല. ആ കുട്ടി താങ്കളോട് മാർക്സ് കുറഞ്ഞാലും അമ്മ എന്നോട് വഴക്ക് പറഞ്ഞിട്ടില്ല, താങ്കളോട് ബഹുമാനം കൂടുന്നേ ഉള്ളൂ. അടുത്ത വർഷം ചിലപ്പോൾ ഇയാൾ സ്വന്തമായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്സ് കൊണ്ടുവരും. ഇനിയും ഒരു കുട്ടി ഇതിനകത്ത് പട്ടുപോയിന്നേ ഇരിക്കട്ടെ, എങ്ങനെ പുറത്ത് കൊണ്ടുവരണം? 4 വഴിയുണ്ട്. 1, കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ സുഹൃത്തുക്കളോട് കാര്യം മനസ്സിലാക്കുക. ഇയാൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതിന് കുറേ ലക്ഷണങ്ങളുണ്ട്. എന്തൊക്കെയാണ് ലക്ഷണം? എല്ലാ അമ്മമാർക്കറിയാം. ഇത് ഒരു നല്ല കുട്ടിയായിരുന്നു, നല്ല മാർക്സ് വരികയായിരുന്നു, പെട്ടെന്ന് ഇത് കഴിച്ചിട്ട് ശേഷം മാർക്സ് താഴത്തിലേക്ക് പോകുന്നു. വീട്ടിൽ വന്നിട്ട് അമ്മാൻ്റെ അടുത്ത് പോലെ വരില്ല, പുള്ളി വേറെ ഒരു ലോകത്തിലാണ്, മുഖത്തിൽ ഒരു വല്ലായ്മ, മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, സഹോദരി കൂടെ കളിക്കുന്നില്ല. അതായത് ഇതെല്ലാം നേരത്തെ ചെയ്യാമായിരുന്നു, ഇപ്പം ചെയ്യാനില്ല. സംശയിക്കണം. രാത്രിയിൽ ഉറങ്ങുന്നില്ല, മുഴുവൻ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുന്നു, കൂടുതൽ പൈസ ചോദിക്കുന്നു. ഈ ലഹരി വസ്തുക്കളുടെ നല്ല വില ഉണ്ട്. അമ്മ പൈസ തരുന്നില്ല, വഴക്കുണ്ടാക്കുന്നു, അമ്മനോട് ചൂടാവുന്നു, കയറി സംസാരിക്കുന്നു. ദീസ് ആർ ദി ക്ലാസിക്കൽ സൈൻസ് ഓഫ് എ ചൈൽഡ് യൂസിങ് ഡ്രഗ്സ് ആൻഡ് പുകയില സാധനം, ടൊബാക്കോ പ്രൊഡക്ട്സ്. അത് മനസ്സിലാക്കിയിട്ട് കുട്ടിയെ വിളിച്ച കാര്യങ്ങൾ നിങ്ങളും ഹസ്ബൻഡും വിളിച്ച കാര്യം ചോദിക്കണം. ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ കുട്ടി പറയും, എന്നോട് എൻ്റെ സുഹൃത്തുക്കളാണ് കഴിക്കാൻ നിർബന്ധിച്ചത്, ഇനിയും ഞാൻ ചെയ്യില്ല. അതോ
സമ്മതിച്ചില്ലെങ്കിൽ കുട്ടി വീണ്ടും തുടരുകയാണെങ്കിൽ കൗൺസിലർക്ക് അടുത്ത്, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത്, ഇല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചാലേ മതിയാവൂ. ഇല്ലെങ്കിൽ ഒരു ജീവിതം പോയി പാഴായി. അത് വേണം. നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ജോലി ചെയ്യുന്നത്, നമ്മൾ സമ്പാദിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ? ഇനി അവർ തെറ്റായ മാർഗത്തിൽ പോയാൽ അവർ തിരിച്ചു കൊണ്ടുവരാനുള്ള ചുമതല നമുക്ക് ഇല്ലേ? ഉണ്ട്. പക്ഷെ ഞാൻ സാധാരണ കാണുന്നത് പാരൻസ് അങ്ങനെ വിചാരിക്കുന്നില്ല. ദുരുദ്ദേശ്യമൊന്നുമില്ല. പാരൻസ് വിചാരിക്കുന്നത്, അയ്യോ എൻ്റെ മകൻ ഇന്ന് കഴിക്കാൻ തുടങ്ങി, ഇത് നാട്ടുകാരറിഞ്ഞാൽ, അയൽവാസികാർ അറിഞ്ഞാൽ, ബന്ധുക്കൾ അറിഞ്ഞാൽ കുട്ടിയുടെ പേര് ചീത്താവും. അപ്പോൾ നമ്മൾ ആരോടും പറയേണ്ട. ആരോടും പറയാത്ത അവസ്ഥ കുട്ടീൻ്റെ വഷളായിക്കൊണ്ടിരിക്കുന്നു. കുട്ടിയെ ഡോക്ടറുടെ അടുത്ത് പോകാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. കുട്ടി ഇതിനെ അടിമയായി പോകുന്നു, ഒരു ദിവസം മരിക്കുന്നു, ഇല്ലെങ്കിൽ ലഹരി വസ്തു കഴിച്ചിട്ട് ഡിപ്രഷൻ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഈ എല്ലാ അവസ്ഥകളും നമുക്ക് ഒഴിവാക്കണം. പെട്ടെന്ന് തീരുമാനം എടുക്കണം. പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. 5 അവസ്ഥ ഉണ്ട് കുട്ടികളുടെ ലഹരി വസ്തു കഴിക്കാൻ. 1, അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ട് ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിലെ പാർട്ടിയിൽ, ഒരു ബർത്ത്ഡേ പാർട്ടിയിലോ ഇല്ലെങ്കിൽ ഒരു സ്കൂൾ ടൂറിലോ ഒക്കെ അവർ കഴിച്ചു എന്നേ ഇരിക്കട്ടെ. ദാറ്റ് ഈസ് ഹീ ടേസ്റ്റഡ് ഇറ്റ് വൺസ്. 1ാമത്തെ അവസ്ഥ. 2ാമത്തെ, ഇഷ്ടപ്പെട്ടു, അത് കൊള്ളാമല്ലോ, അന്ന് നമ്മുടെ കഴിച്ച ആ ഹാൻഡ്സ് കൊള്ളാമല്ലോ, അത് വീണ്ടും കിട്ടിയ കൊള്ളാം. അവസ്ഥ നമ്പർ 2. നമ്പർ 3, എല്ലാ ദിവസവും ഉപയോഗിക്കാൻ തുടങ്ങിക്കുന്നു. നമ്പർ 4, കിട്ടിയില്ലെങ്കിൽ വെപ്രാളം. അവിടെയാണ് ഈ അമ്മയെ തല്ലുക, അമ്മയെ കൊല്ലുക. ദാറ്റ് ഈസ് ദ സ്റ്റേജ് നമ്പർ 4. കഴിഞ്ഞ ഒരു വർഷത്തിൽ 10 കുട്ടികൾ, 9 ആൺകുട്ടികൾ, ഒരു പെൺകുട്ടി ഈ ലഹരി കഴിച്ചിട്ട് അവരെ സ്വന്തം അമ്മമാരെ കൊന്നു. വിവരം നാം പത്രത്തിൽ വായിച്ചു. സ്വന്തം അമ്മയെ കൊല്ലാൻ പറ്റുമോ? സാമാന്യ അവസ്ഥയിൽ പറ്റില്ല. പക്ഷെ നമ്മൾ ഇത് കഴിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് തിരിച്ചു വരികയില്ല. ആ അവസ്ഥ എങ്ങനെ വന്നു? അത് ഒരു ദിവസത്തിൽ വരില്ല. അത് മാസങ്ങളായിട്ട് അവർ ഇത് കഴിച്ചിരിക്കുന്നു. അമ്മ അറിയുന്നു, അറിഞ്ഞിട്ടും അമ്മ അവർ നടപടി എടുക്കുന്നില്ല. അങ്ങനെയാണ് ആ അവസ്ഥ വന്നിരിക്കുന്നത്. ആ അവസ്ഥ അപ്പോൾ പിന്നെ 5ാമത്തെ, അതിൻ്റെ അടിമയായി പോയി മരിക്കുന്നു. അപ്പോൾ താങ്കൾക്ക് തടയാൻ ആദ്യത്തെ 2 സ്റ്റെപ്പേ ഉള്ളൂ. ഒരു പ്രാവശ്യം കഴിച്ചു, 2ാമത്തെ ഈ കുട്ടിക്ക് സ്വാദം ഇഷ്ടപ്പെട്ടു, ആ സമയത്തിൽ കണ്ടുപിടിച്ച് നിർത്തിയാൽ നിർത്തി, ഇല്ലെങ്കിൽ പിന്നെ രക്ഷയില്ല. വെറുതെ അല്ല ഓരോ മണിക്കൂറിൽ ഓരോ കുട്ടി ഇന്ത്യ രാജ്യത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഒരു വർഷത്തിൽ 8000 മണിക്കൂറുകളേ ഉള്ളൂ. 8000 12,000 കുട്ടികൾ ഒരു വർഷത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. അതിന് കാരണം ഇതാണ്. അവർക്ക് ഡിപ്രഷൻ വന്നു. അവരെ നമ്മൾ ചിലപ്പോൾ തടഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ A+ ഗ്രേഡിൻ്റെ പേരിൽ അവരെ നമ്മൾ ഒരുപാട് ചീത്ത പറഞ്ഞു. ഈ കാരണങ്ങളെ ഉള്ളൂ, വേറെ കാരണമൊന്നുമില്ല. പറഞ്ഞിട്ട് ഒരു പയ്യൻ, ഒരു 13 വയസ്സുകാരൻ ഒരു സെഞ്ചുറി അടിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ഇയാളിനെ കാണുന്നത് സെഞ്ചുറിയാണ്. ഇയാൾ കഴിഞ്ഞ 5 വർഷമായിട്ട് 7 വർഷമായിട്ട് രാത്രി 2 മണിക്ക് എഴുന്നേറ്റിട്ട് അമ്മ ആഹാരം ഉണ്ടാക്കി, ഇയാൾ എഴുന്നേറ്റിട്ട് ഒരു ബസ് എടുത്തിട്ട് 4 മണിക്കൂർ പോയി പ്രാക്ടീസ് ചെയ്യുന്നു, ദിവസേന വരുന്നു. വിച്ച് ഹീ ഈസ് ഡൂയിങ് സിൻസ് ലാസ്റ്റ് 6 years. അത് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ പൈസമായി, എല്ലാമായി. ഇയാൾ സ്കൂളിൽ പോയോ ഇല്ലയോ എന്നും സംശയമുണ്ട്. അങ്ങനത്തെ കുട്ടികൾക്കും അങ്ങനെ ചിലപ്പോൾ പ്രതിഭ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ശ്രമിച്ചിട്ട് അങ്ങോട്ട് വിടുക. അപ്പോൾ അവർക്ക് പ്രഷറില്ല, അവർക്ക് ഒരു ടെൻഷനും ഇല്ല, അവർ ഹാപ്പിയാണ്. ഹാപ്പിയായ കുട്ടി
ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സമയമുണ്ടാവില്ല, അവർ അതിന് പുറകിൽ പോയിക്കോളും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തുന്നു. എന്നെ ഇവിടെ വിളിച്ച് 2 വാക്ക് സംസാരിക്കാൻ ശ്രീ ഹരീഷ് മുകുന്ദൻ, അദ്ദേഹത്തിനോട് നന്ദിയുണ്ട്. ശ്രീ മുകുന്ദൻ സാർ അത്ര വലിയ ഒരു ലേഖകൻ, അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു, അതിനെ ഭാഗ്യമായിട്ട് എടുക്കുന്നു. ഞാൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും ഒരു കുട്ടിയെങ്കിലും ഒരു അമ്മ അച്ഛനും ഇത് കേട്ടിട്ട് അനുസരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം അതൊരു സക്സസ് ആയിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. Thank you, sir, for your motivational speech. Next, we have felicitation by Mr. Harish Mugundan, Chairman of HM International. Mr. Harish Mugundan is an amazing and genuine personality who always support the needed. Sir, we are truly blessed to have you here with us for this program. താങ്ക് യു ഓൾ. പ്രിയപ്പെട്ട ശ്രീ എൻ്റെ ഏറ്റവും അടുത്ത ജ്യേഷ്ഠ സഹോദരനായ ശ്രീ മുകുന്ദേട്ടനെ ഞാൻ വിളിക്കാറുള്ളൂ. ശ്രീ ഋഷിരാജ് സിംഗ് സർ, who has accepted our invitation and come here. പ്രിയപ്പെട്ട ജയരാജ മാഷ്, അതുപോലെ തന്നെ നമ്മുടെ ക്ലബിൻ്റെ നിഖിലേഷ്, എല്ലാവരും ഈ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ A+ കിട്ടിയ ഹൈ അച്ചീവേഴ്സ് ആയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും, സ്റ്റുഡൻസിനും, ബോയ്സ് ആൻഡ് ഗേൾസ്, എൻ്റെ ഏറ്റവും ഹാർദവമായ അഭിനന്ദനങ്ങൾ. ഐ കൺഗ്രാജുലേറ്റ് യു. ഓക്കെ, ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീറ്റ്. നമുക്ക് നല്ല അച്ചീവ്മെൻറ്റ്സ് കിട്ടുകയാണെന്നുള്ളത് ഇറ്റ് ഈസ് ഫാൻറ്റാസ്റ്റിക്. നമ്മുടെ നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് യു ഫോക്കസ് ഓൺ സ്റ്റഡീസ്. ആൻഡ് അതുപോലെ തന്നെ മുകുന്ദേട്ടൻ പറഞ്ഞ മാതിരി മാഹിയിലുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മുകുന്ദേട്ടൻ പറഞ്ഞതും, നമ്മുടെ കരിയർ നമ്മുടെ കയ്യിലാണുള്ളത്. അത് എല്ലാവരും ഏറ്റവും ഫോക്കസ്ഡായിട്ട് പഠിക്കുക, തീരുമാനങ്ങൾ എടുക്കുക. ദർ ഈസ് ലോട്ട് ഓഫ് തിങ്സ് ഇൻ സ്റ്റോർ ഫോർ യു. ശ്രീ ഋഷിരാജ് സിംഗ് ജി പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കും. നമ്മൾ ബിസി ആണെങ്കിൽ, ഇഫ് യു ഹാവ് എ ഫോക്കസ്, നമുക്ക് ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസിനൊന്നും സമയം ഉണ്ടാവില്ല. ഓക്കെ, നമ്മളെപ്പോഴും നമ്മുടെ എയിം, നമ്മുടെ അക്കംപ്ലിഷ്മെൻറ്റ്, നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ, അത് നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾ എപ്പോഴും പോസിറ്റീവായിരിക്കും. ഞാൻ ഹാപ്പി എന്നല്ല പറഞ്ഞത്, പോസിറ്റീവായിരിക്കും. അപ്പോൾ പോസിറ്റിവിറ്റി നിങ്ങളെല്ലാവരും എപ്പോഴും മനസ്സിൽ വെക്കുക. ചെറിയ ചെറിയ സെറ്റ് ബാക്സ്, കുറച്ച് മാർക്ക് കുറഞ്ഞത്, ചെറിയ പ്രശ്നങ്ങൾ, സ്മോൾ തിങ്സ്, അതൊക്കെ ഡിസ്ട്രാക്ഷൻസാണ്. അതൊന്നും നമ്മുടെ ലൈഫിൽ ബിഗർ ഗോൾസ്, നമ്മൾ എന്താ എയിം ചെയ്യുന്ന അതിനൊരു പ്രതിബന്ധമല്ല. സോ കീപ് യുവർ ഫോക്കസ്. നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ചെറിയ ഡിസ്ട്രാക്ഷൻസ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഇപ്പോഴുള്ള ക്രിക്കറ്റ് IPL, ഇത് പലരും വളരെ ഡിലിജൻ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷെ കുറേയധികം സമയം നമ്മൾ ക്രിക്കറ്റ് മാസങ്ങളോളം ഫോളോ ചെയ്യുന്നതും പലപ്പോഴും ചെറുതായിട്ടൊക്കെ നമ്മുടെ ഒരു അക്കാഡമിക്സിനെയൊക്കെ ബാധിക്കാം. IPL ഈസ് എ ഗെയിം, ഇറ്റ്സ് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ബിസിനസ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റഡീസിലും നമ്മുടെ ഫ്യൂച്ചറിലും ശ്രദ്ധിക്കുക. വൺ ഫൈനൽ വേർഡ്, ഹാർഡ് വർക്ക് ഓൾവേസ് പേസ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള റിസൾട്ട് ദൈവം തന്നിരിക്കും. താങ്ക് യു ഓൾ. ബെസ്റ്റ് വിഷസ് ഫോർ ഓൾ ഓഫ് യു. ഓക്കെ, താങ്ക് യു. Thank you, sir. Now we are going to experience a special event honoring the teacher. Our teacher, Mr. N. Yadindran, former head of the Department of Mathematics from MGGAC, Mahi. Our teacher is honored by today's chief guest, Sri Rishiraj Singh IAS, retired DGP from Kerala.
we are experiencing a most prestigious moment. Sri Rishiraj Singh, today's chief guest, Sri Rishiraj Singh IAS, retired DGP from Kerala, is requested to honor the toppers. State rank holder in humanities, Salpriyan. Khadija TP. Kirtana R. 10th standard CBSE toppers from C. Bharathan Government Higher Secondary School, Mahi. Riya Fatima. 10th standard CBSE topper from PM Shri Usman Government High School, Chalakara. Yadkrishna KK. Minha Mohsin. Hena Sanesh. Savanna Santosh. Havva bin Habib. Krishna. Teja Raj. Devna V. Dev J. SSLC full A+ holders from St. Teresa's Higher Secondary School, Chalakara. Eileen Fernandez. Atim Samir. Nope. Satish. City. Mriday Christo Richard. Now, Mr. M. Mugundan, the renowned writer of Mahi, is requested to give away the memento. Parvana TK. Parvan Sanvi Sumitran. Muhammad Abdul Rauf. Srinandas. Alan Amrit Jitvi. Amrit Jitvi. Snigdha Sunil. Nivin Manoj. Ganga Memorial English Haiha Maharoof. Fatima Rajar Cooperative Public School, Chalakara. Thank you, sir. Now, may Abu Bakar. Amne bint Abu Bakar. Anfa Aniket Balan. Ashika V. Ashika V. Devdar. Priya. Devika KP. Fatimatul Rifa. Govind S. Shaji. Govind. Janaz Shijit. Lalit Rajavel. Lalit. Hazim bin Zahir. Muhammad Hazim bin Zahir. Muhammad bin Siddiq. Muhammad Zaim Aman. Naureen Fatima Ajmal. Shaijal. P. Prem.
നിഹ റിയാൻ ഫഹേ ലത്തീഫ്, സാദിക വിനോദ്, സാദിഖ് സഫാബത്തുൽ മുഹമ്മദ്, സായി പ്രിയ, സത്യപ്രസാദ് ഷനോൻ, ഷെസ സിദ്ദീഖ്, ശിവപ്രിയ ടി, സുധീഷ്, സുഭാഗ് എസ്, സ്വപ്നിൽ ദേവ്, വൈഷ്ണവ് എസ്, വൈഷ്ണവ്, സാറ മറിയം, സീൻ റിയാസ്, സെൻഹ തൻവീർ. ഇവരപേക്ഷിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചിലരോട് പറയുകയും ചെയ്തു. ഞാൻ 4-ാം വയസ്സിൽ സ്കൂളിൽ ചേർന്നു. 21-ാമത്തെ വയസ്സിൽ ലെക്ചററായി സേവനം തുടങ്ങി തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ. അവിടെ 23-ാമത്തെ വയസ്സിൽ ഹോസ്റ്റൽ വാർഡനും അധ്യാപകനുമൊക്കെ ആയിട്ട് ഞാനങ്ങനെ സുഖമായി കഴിയുന്ന കാലത്ത്, പൂർണ്ണ തൃപ്തിയോടെ കഴിയുന്ന കാലത്ത് ഒരു ദിവസം മാഹിയിൽ നിന്നൊരു വിളി, മുകുന്ദേട്ടനാണ്, നീ ഒന്നിവിടം വരെ വരണം, ഒരു കാര്യമുണ്ട്. ശരി, ഞാൻ വന്നു. പറഞ്ഞ് വരുമ്പോൾ നിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ 2 കോപ്പി എടുക്കണം, സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ. ഇവിടെ വന്നപ്പോഴാണ് ഞാനറിയുന്നത് ഇപ്പം മാഹി കോളേജ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത്രേ. ഞാനൊന്നും അറിയില്ല അതിനെപ്പറ്റി. ശരി, ബാക്കിയുള്ള അന്നേരത്ത് നമുക്ക് നോക്കാം, നീ പോയിക്കോ ഇപ്പോഴെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോയി. പിന്നെ ഒരു ദിവസം വന്നിട്ട് വിളിച്ചു എന്നോട് പറയാണ്, നീ വരണം, എന്ന് തന്നെ നിനക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ ആപ്ലിക്കേഷനൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു ഒപ്പ് ചാർത്തക മാത്രമേ എനിക്ക് വേണ്ടിയിരുന്നുള്ളൂ. ശരി, അത് കഴിഞ്ഞ് പോയി. പിന്നെ കുറേ കഴിഞ്ഞ് മാഹി കോളേജിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോഴാണ് ഇൻ്റർവ്യൂ വന്നത്. പോണ്ടിച്ചേരി പോയി. അങ്ങനെ മാഹി കോളേജിൽ പ്രിൻസിപ്പലിന് ശേഷം 1-ാമത്തെ അധ്യാപകനായി ഞാൻ മാഹി കോളേജിൽ 1970 ചേർന്നു. എടുപ്പത് പണിയുണ്ടായിരുന്നു. അഡ്മിഷൻ തുടങ്ങി ബാക്കി കാര്യങ്ങൾ, അറ്റൻഡൻസും ഒക്കെ എല്ലാ കാര്യങ്ങളും ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു. സന്തോഷത്തോടെ ഉത്തരവാദിത്തോടെ എന്നാൽ കഴിയുന്ന വിധം ഞാനത് ചെയ്യുകയും ചെയ്തു. പിന്നെ 2025 വരെ, 2007 വരെ, അതേ 41 വർഷവും ഒരു സെമിസ്റ്ററും നീണ്ട അധ്യാപന കാലത്തിന് ശേഷം ഞാൻ മാഹിയിൽ നിന്ന് തന്നെ വിരമിച്ചു. മാഹി എനിക്ക് എന്ത് നൽകിയെന്നത് വളരെ വലിയൊരു ശിഷ്യസമ്പത്ത്. അന്നത്തെ മാഹിയിലെ ഏകദേശം 70% വീടുകളിലും എൻ്റെ കയ്യിലൂടെ കടന്നുപോയ ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ഒരുപാട് പേര് എൻ്റെ ശിഷ്യരുമാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണം ഈ കുമ്മായ മുകുന്ദേട്ടൻ ആയിരുന്നു ഞാനിവിടത്തേക്ക് വരാനുള്ള കാരണം. ശ്രീ കുമ്മായ മുകുന്ദൻ അനുസ്മരണത്തിൽ ഇങ്ങനെയൊന്ന് പറയാൻ എനിക്ക് സാധിച്ചല്ലോ എന്ന് സന്തോഷമുണ്ട്. പിന്നെ ശ്രീ സിംഗ് പറഞ്ഞതിന് പുറമെ ഒരു കാര്യം മാത്രം ഞാൻ, ഇവിടെ അച്ഛന്മാരാണ് കൂടുതൽ വേണ്ടിയിരുന്നത് എങ്കിലും പറയുകയാണ്. ഞങ്ങൾ തമ്മിൽ പറയുമ്പോഴത്തേന് കുട്ടികളെയൊക്കെ നമ്മൾ ഒന്നും അറിയാതെയാണ് നമ്മൾ വളർത്തിയിട്ടുള്ളത്. അതല്ല, കുടുംബത്തിൻ്റെ വിഷമങ്ങളും കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം കുട്ടികളുമായി പങ്കുവെക്കണം. അവരും അറിയണം. ചിലപ്പോൾ ഭാര്യമാർ തന്നെ, അമ്മമാർ തന്നെ അറിയില്ല അച്ഛൻ്റെ വിഷമങ്ങൾ. അപ്പോൾ അവരൊക്കെ അതും അദ്ദേഹം പറഞ്ഞതുപോലെ അച്ഛനും അമ്മയും മക്കളും ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം. ഒന്നുമില്ല, എല്ലാ ദിവസവും വേണമെന്നില്ല, എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് ദിവസങ്ങളെങ്കിലും കുറച്ച് നേരമെങ്കിലും അത് ചെയ്യണം. വലിയൊരു മാറ്റമുണ്ടാവും. ഇതൊന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സംഘാടകർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അശ്വിക ജയരാജ്, CBSE നൗഫൽ, PP ലുലു മർജാൻ, ഫാത്തിമത്ത് നിഹ,
പുരുഷോത്തമൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളൂർ, അൻസിയ മാനസ ജയകുമാർ. ശ്രീനന്ദ പ്രദീപ്, അഭിറാം പ്രദേശ്, സ്യോണ പി. Honoring continues. അംന സ, അനുലക്ഷ്മി ഇടയർ, ബിജുനേഷ്, അൻവിത ബിജുനേഷ്, ആര്യനന്ദ ആനന്ദ്, ഹരിചന്ദ് വി പ്രവീൺ, ഹീര ഹരീന്ദ്രൻ, ഹിബ ഫാത്തിമ. Now Mr. Nikhilesh KC, the President of Mahi Sports Club. മുഹമ്മദ് ഷാസിൽ, യാസിൻ, മുഹമ്മദ് I miss drumming. സൽഹ സാലിം, സാന്ദ്ര കേളോത്ത്, ശ്രീരത്ന, Devna, ഇന്നത്തെ ഈ പ്രൗഢഗംഭീരമായ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ കൃതജ്ഞതാ പ്രകാശനമാണ് എൻ്റെ കർത്തവ്യം. മയ്യഴിയിലെ സർക്കാർ മറ്റിതര വിദ്യാലയങ്ങളിൽ നിന്നും A+ നേടിയ, +2-ലും SSLCക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കുമ്മായ മുകുന്ദൻ സ്മാരക എൻഡോവ്മെൻറ്റിൻ്റെ 9ാമത്തെ വർഷം ആണ് ഇത് നടക്കുന്നത്. ഈ വേദിയിൽ പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾക്ക് ശേഷം ഋഷിരാജ് സിംഗിൻ്റെ പ്രസംഗം അതീവ ഗംഭീരമായ പ്രസംഗമായിരുന്നു. അദ്ദേഹം ഈ വിദ്യാർത്ഥികളിൽ A+ വാങ്ങിയ വിദ്യാർത്ഥികളെ കൂടാതെ A+ വാങ്ങാൻ ചുരുങ്ങിയ മാർക്കുകൾക്ക് A+ കിട്ടാതെ പോയ കുട്ടികളുടെ വിഷമങ്ങളും വികാരങ്ങളും കൂടി ഇവിടെ പങ്കുവെക്കപ്പെട്ടപ്പോൾ ഇന്നത്തെ ഈ പ്രൗഢഗംഭീരമായ ഈ സദസ്സ് സാർത്ഥകമായി എന്നാണ് പറയാനുള്ളത്. ഇന്നത്തെ ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത മയ്യഴിയുടെ കഥാകാരൻ, മലയാളത്തിൻ്റെ അഹങ്കാരമായ ശ്രീ M. മുകുന്ദേട്ടന് മാഹി സ്പോർട്സ് ക്ലബിൻ്റെയും ഈ ചടങ്ങിന് ഹാർദമായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ കുട്ടികൾക്കായി ലഹരിയെക്കുറിച്ചും മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗത്തെക്കുറിച്ചും ക്ലാസ് നൽകിയ ഋഷിരാജ് സിംഗ്, മുൻ കേരള DGPയോടും മാഹി സ്പോർട്സ് ക്ലബിൻ്റെ നന്ദി അറിയിക്കുകയാണ്. മറ്റൊന്ന്, ഈ പരിപാടി എന്നും 9 വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ പരിപാടിയുടെ നെടുന്തൂൺ ഞങ്ങളെയൊക്കെ സുഹൃത്തും ഞങ്ങളുടെ മുൻ സീനിയർ കൂടിയായിരുന്ന ഹരീഷ് മുകുന്ദനാണ്. അദ്ദേഹത്തിന് എത്ര പ്രശംസിച്ചാലും വാക്കുകൾ മതിയാവില്ല. കാരണം തുടർച്ചയായി മയ്യഴിയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ദുബായിൽ നിന്നുള്ള നിരന്തരമായ ഇടപെടലുകൾ ഹരീഷിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. അത് ഈ ചടങ്ങിൽ അല്ല, മറ്റുള്ള എല്ലാ മയ്യഴിയിലെ എല്ലാ ചടങ്ങുകളിലും ഹരീഷിൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. അദ്ദേഹത്തെ ഈ ഔപചാരികതയുടെ പേരിൽ മാഹി സ്പോർട്സ് ക്ലബിന് വേണ്ടിയും ഈ ചടങ്ങിന് വേണ്ടിയും ഹാർദമായ നന്ദി അറിയിക്കുകയാണ്. മറ്റൊന്ന്, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഗുരുനാഥനായ യതീന്ദ്രൻ മാഷാണ്. മാഹി കോളേജിലെ മുൻ പ്രിൻസിപ്പാളും ഗണിതശാസ്ത്ര അധ്യാപകനുമായ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ഈ ചടങ്ങിനെ വളരെ ധന്യതയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ ചടങ്ങിന് വേണ്ടിയും മാഹി സ്പോർട്സ് ക്ലബിന് വേണ്ടിയും അഗൈതമായ നന്ദി അറിയിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ ഈ സ്റ്റേജിലും അതുപോലെ ഇവിടെ സന്നിഹിതരായ
വിദ്യാർത്ഥിനികൾ, പ്രൈസ് വാങ്ങിയ A+ കരസ്ഥമാക്കി ഉപഹാരം സ്വീകരിച്ച വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, ഹരീഷ് മുകുന്ദൻ്റെയും മാഹി സ്പോർട്സ് ക്ലബിൻ്റെയും കുടുംബാംഗങ്ങൾ, അങ്ങനെ ഈ സദസ്സ് ധന്യമാക്കിയ എല്ലാവരോടും ഓരോരുത്തരോടും മാഹി സ്പോർട്സ് ക്ലബിൻ്റെയും ഈ സംഘാടക സമിതിയുടെയും പേരുള്ള അഗൈതമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. കൂടാതെ ഞങ്ങളോട് മുൻപേയും മേലിലും സഹകരിച്ചു വരുന്ന മീഡിയ പേഴ്സൺസിനോടുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.